മറുനാടും മലനാടും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് UAE എക്സ്ചേഞ്ച്. നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. കോസ്റ്റൽ ഗ്രൂപ്പ് ഖത്തറിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. വിവിധങ്ങളായ മേഖലകളിലാണ് കോസ്റ്റൽ ഗ്രൂപ്പ് സാന്നിധ്യം അറിയിച്ചിട്ടുള്ളതും. ശ്രീ നിഷാദ് അസീമാണ് ഈ സ്ഥാപനത്തിൻ്റെ സാരഥി. ഒപ്പം പങ്കാളിയായ ജിനു ചാണ്ടി കുര്യനുമുണ്ട്. കോസ്റ്റൽ ഗ്രൂപ്പിൻ്റെ വളർച്ചയെക്കുറിച്ച്, കോസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കോസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നാം അറിയുന്നു ശ്രീ നിഷാദ് അസീമിലൂടെ, ശ്രീ ജിനു ചാണ്ടി കുര്യനിലൂടെ. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഖത്തർ. ഇതിനാവശ്യമായ ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലി തന്നെയാണ്. ഏതാണ്ട് 7ഓളം സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇതിനോടകം തന്നെ അവസാന ഘട്ടത്തിലാണ്. ഇത്തരം 3ഓളം സ്റ്റേഡിയത്തിൻ്റെ പ്രധാന സ്ട്രക്ചറൽ പാർട്ട്, അതുപോലെ കാണികൾക്കിരിക്കാനുള്ള ഇരിപ്പിടം ഇവ നിർമ്മിക്കുന്നത് കോസ്റ്റൽ ഗ്രൂപ്പ് എന്ന കമ്പനിയാണ്. നോർത്ത് പറവൂരിലെ KK അസീമുദ്ദീൻ്റെയും നദീറയുടെയും മകനായ ശ്രീ നിഷാദാണ് കോസ്റ്റൽ ഗ്രൂപ്പിന്റെ സാരഥി. 2004-2005 കാലഘട്ടത്തിലാണ് കോസ്റ്റൽ ഗ്രൂപ്പിന്റെ തുടക്കം. 2008 പ്രവർത്തന മേഖല വിപുലീകരിക്കുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസ് നടക്കുന്നുണ്ട് ടൈമായിരുന്നു. സോ വി സ്റ്റാർട്ടഡ് എ കമ്പനി, സ്മോൾ സ്കെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് എ സ്റ്റാർട്ടപ്പ് കമ്പനി രജിസ്റ്റർ ചെയ്തു, ജസ്റ്റ് വിത്ത് 2 people. ദെൻ അത് കഴിഞ്ഞിട്ട് വി ആർ ടേക്കിംഗ് ജോബ്സ്, ചെറിയ ജോബ്സ് എടുക്കുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ കോസ്റ്റൽ ചെറിയ പ്രോജക്റ്റുകൾ ചെയ്തു. എന്നാൽ ക്വാളിറ്റിയിലും ചലഞ്ചിങ് ആയിട്ടുള്ള ജോലികളിലും ശ്രദ്ധിച്ച് കമ്പനി പടിപടിയായി ഉയർച്ചയുടെ പടവുകൾ താണ്ടുകയായിരുന്നു. കോസ്റ്റൽ വളരെ ചെറിയൊരു കമ്പനിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇപ്പോൾ ഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറച്ചൊരു ബിഗർ ദാൻ വാട്ട് വി യൂസ്ഡ് ടു ബി, ആൻഡ് വി ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ആൻഡ് എൻ്റെ ഒരു സ്ട്രോങ് ബിലീവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയത് ഇറ്റ്സ് പ്യുവർലി ബിക്കോസ് ഓഫ് ദി സപ്പോർട്ട് ഓഫ് അവർ ടീം, റൈറ്റ് ഫ്രം ദ ടോപ്പ് മാനേജ്മെൻറ്റ് ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മുതൽ നമ്മുടെ എൻജിനീയേഴ്സും നമ്മുടെ സൂപ്പർവൈസേഴ്സും വർക്കേഴ്സ്. സോ നമുക്കൊരു വളരെ എക്സലൻറ്റ് ഹാർഡ് വർക്കിംഗ് ടീമുണ്ട്. ആൻഡ് അവർക്കാണ് ഫുൾ ക്രെഡിറ്റ് പോണതും. ആൻഡ് മൈ റോൾ ഈസ് ഓൺലി ടു ബി ലൈക്ക് ഒരു ഓർക്കസ്ട്ര, ഒരു സിംഫണിയുടെ കണ്ടക്ടറാണ്. സോ ഐ ജസ്റ്റ് പുട്ട് തിങ്സ് ടുഗദർ. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് നേടിയ ഇദ്ദേഹം തൻ്റെ കമ്പനി ആരംഭിച്ചതിന് ശേഷമാണ് MBA ബിരുദം കരസ്ഥമാക്കുന്നത്. സാർ നമ്മളൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്താൽ ഒരു സൈഡിൽ മാത്രം നമുക്ക് അറിയുള്ളൂ. സോ റൈറ്റ് ഫ്രം ഫൈനാൻസ്, പ്രൊക്യൂർമെൻറ്റ്, HR, ഇൻവെൻട്രി,
എല്ലാം എങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്യുന്നുള്ള ഒരു ഫുൾ പിക്ചറും കിട്ടി. ഇറ്റ് ഗേവ് യു മോർ എന്താ പറയുക, ഒരു കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഹൗ യു ക്യാൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രോപ്പർ ഒരു കമ്പനി എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള ഒരു കൂടുതൽ കോൺഫിഡൻസ് വന്നു. ബിക്കോസ് യു ന്യൂ എല്ലാത്തിൻ്റെയും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത് സാധാരണ. സോ ദാറ്റ് വാസ് എ വെരി ഹ്യൂജ് ബിഗ് ലേണിംഗ് എക്സ്പീരിയൻസ്. പ്രവർത്തിക്കുന്ന മേഖലയിൽ കൂടുതൽ വിജയിക്കണമെന്ന ഇദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഇവിടെ നമുക്ക് ബോധ്യമാകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വി ഹാഡ് 2 സ്റ്റാഫ്, ജസ്റ്റ് നോ ലേബറേഴ്സ് അറ്റ് ഓൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കുറേശ്ശെ കൂട്ടിയിട്ട് ദെൻ നൗ വി ഹാവ് അബൌട്ട് അറൌണ്ട് 500 പീപ്പിൾ. നമ്മൾ അവർ ജോബ്സ് ആർ സ്പെഷ്യലിസ്റ്റ് ജോബ്സ് ആണ്. സോ നമുക്ക് ലേബറേഴ്സിന് കൂടുതൽ ആവശ്യമില്ല. വി നീഡ് സ്കിൽ പീപ്പിൾ. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ഉള്ള ആൾക്കാരാണ് നമുക്ക്. ആൻഡ് ഓൾസോ നമ്മൾ എടുക്കുന്ന ജോബ്സും we don't generally take any jobs which is ഒരു common ആയിട്ടുള്ള building construction അങ്ങനെ നമ്മൾ എടുക്കാറില്ല, where it's common, everybody does it. We like to focus on niche areas where it is difficult or it is challenging and many people are not willing to take such jobs. അപ്പോൾ അങ്ങനെ വരുമ്പോൾ we have better chance of getting the job and better margins. പക്ഷേ of course it is challenging, difficult ആണ്. പിന്നെ also നമ്മുടെ workers right from the beginning, if you want to build a strong company, you need to have a strong workforce, from not only staff, even the workforce. ഖത്തറിലെ സുപ്രധാന പ്രോജക്റ്റുകളായ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്, ഖത്തർ ഹാൻഡ്ബോൾ അസോസിയേഷൻ കോംപ്ലക്സ്, മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ, ഖലീഫ സ്റ്റേഡിയം, വക്ര സ്റ്റേഡിയം, ആസ്പെയർ സ്റ്റേഡിയം തുടങ്ങി നിരവധി പ്രോജക്റ്റുകൾ ഇപ്പോൾ കോസ്റ്റൽ ഗ്രൂപ്പിനുണ്ട്. Coastal, we have a few divisions in the company, but they are all focused on construction. So construction, so they call it related businesses. So there is synergy, business, the row group in the synergy ഉണ്ട്. So we can share, നമ്മൾ resources share ചെയ്യാൻ പറ്റും between the divisions. അപ്പോൾ നമുക്ക് we have a specialist construction division. അപ്പോൾ നമ്മൾ എയർപോർട്ട്, ഇപ്പോൾ മെട്രോ ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റേഡിയംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. So specialist work, not concrete and other things, but specialist ഈ facade and finishing works and light steel. And museum, Qatar museum ചെയ്തിട്ടുണ്ടായിരുന്നു. Then we have a trading division. So about over 22 products under, but all the products are among the top in the world, top 5 in the world. So mostly again government related projects are. Then we have steel fabrication under. So we have a relatively fair size fabrication. We can do up to 800 to 1,000 tons per month. Fully automated, fully mechanized machine under. Then we have the galvanizing plant, which we started recently. So again, it's Italian, full Italian idana. And also as a part of our social responsibility, we sometimes go over and above what is required. But the emissions, the environmental quality is as per European standards. MBA ബിരുദധാരിയും ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റുമായ ശ്രീ ജുനു ചാണ്ടി കുര്യനും കോസ്റ്റൽ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നു. കോസ്റ്റൽ ഗ്രൂപ്പ് ഇന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ വളരെ തോട്ട്ഫുള്ളായിട്ടുള്ള ഒരു റിസർച്ച് പ്രോസസ്സ്, ഒരു ഫോർസൈറ്റ്, വളരെ വിദഗ്ധമായ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇത് ഖത്തറിൽ കോസ്റ്റൽ ഖത്തർ എന്നറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ഇന്ന് വൈദഗ്ധ്യത്തിൻ്റെ ഒരു സിനോണിമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വി സ്റ്റാൻഡ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദ അതർ കമ്പനീസ്. കോസ്റ്റൽ ഗ്രൂപ്പ് ഏറ്റെടുത്ത പ്രോജക്റ്റുകൾക്ക് മേൽ ആത്മാർപ്പണത്തോടെയും കൃത്യനിഷ്ഠയോടെയുമുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗീകാരങ്ങളുടെ കൂട്ട് എന്നും ഉണ്ടായിട്ടുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ വരെ. നമ്മുടെ ഒരു മോട്ടോ ഇസ് ഫ്രം ദ ബിഗിനിങ് എന്താണെന്ന് വെച്ചാൽ ഡു ഇറ്റ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം എവറി ടൈം. മീനിങ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്വാളിറ്റി, ടേക്ക് കെയർ ഓഫ് യുവർ കസ്റ്റമേഴ്സ്, ഡു ബിസിനസ് ഇൻ എൻ എത്തിക്കൽ വേ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, നമ്മുടെ കോർ വാല്യൂസ്. And of course doing it with safety and quality, that is part of that. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ all our jobs, നമ്മുടെ എക്സ്പാൻഷനും നമ്മുടെ വേ വി എക്സിക്യൂട്ട് എല്ലാം അതിനെ പറ്റിയിട്ടാണ്. സോ നമ്മുടെ ഒരു ഡ്രീം is to be a known company, value adding company. We don't really believe in growing big in terms of volume. Okay, we believe in growing big in quality as reputation. So that is the way we've been working. ഈ പ്രസ്ഥാനം ഇന്ന് ഇത്രയും ഉയരങ്ങളിലെത്തുമ്പോൾ CEO ആയിരിക്കുന്നത് ആദ്യത്തെ 3 പേരിൽ ഒരാളായ ശ്രീ അൻവറാണ്. No, it is like I was there right from the beginning, and I was there along the growth of the company. Like I have seen each and every steps. Like,
And yes, there was a vision. There was a vision, as you know, and we tried to, we worked hard first of all, and there was clear vision, and we had certain ethics or our principles, for the customer, I would say, we would be the only company who delivers on time, or if we say time as Coastal, if there is a commitment from Coastal commits a time, the job would be done on that time. So that has, right from day one when we started till today, mashallah, we are able to address that to the customers on our deliveries. And second is quality, right from top to bottom, each labor to the CEO, we are quality conscious. പിതാവിൻ്റെ സുഹൃത്തും കുവൈറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന KGA ഗ്രൂപ്പിൻ്റെ MD-യുമായ KG ഇബ്രാഹിമിനെ പോലുള്ള സീനിയർ വ്യക്തികളുടെ ഉപദേശം കോസ്റ്റൽ ഗ്രൂപ്പിന് വലിയ ശക്തി പകരുന്നതായി ശ്രീ നിഷാദ് ഓർക്കുന്നു. കുവൈറ്റിലായിരിക്കുമ്പോൾ എൻ്റെ ഐ ഗ്രൂ അപ്പ്, ഫാദറിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു KG ഇബ്രാഹിം. He was also very encouraging, and he also used to support. അപ്പോൾ അങ്ങനെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യാനുള്ള documentation ഒക്കെ തരുമായിരുന്നു. And also my uncle, my mother's brother, he's also very നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. He used to encourage to get into business and അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഖത്തറിൽ ഇപ്പോൾ നിർമ്മാണത്തിലുള്ള സ്റ്റേഡിയങ്ങൾക്ക് അതാത് പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള ഡിസൈൻ സജസ്റ്റ് ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അനുമോദനങ്ങൾ കോസ്റ്റലിന് ലഭിച്ചു. കൂടാതെ ഇപ്പോഴത്തെ ഖത്തറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായവ ഖത്തറിൽ തന്നെ നിർമ്മിക്കുന്നതിൽ കോസ്റ്റൽ ഗ്രൂപ്പ് മുന്നിട്ടിറങ്ങിയതും ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഗുഡ് മാർക്ക് നേടിക്കൊടുത്തു. The first priority is, of course, with the current situation, is to support the local economy in the manufacturing, and there are many products that are not available locally, so we are getting into manufacturing. So that's also focusing on FIFA 2022. So that's why we set up the seat manufacturing, stadium seat manufacturing. And when there was a tender, tender we were the agents for this product, and we put in the tender as a normal tender. But then we said, why do we always import stuff? Why do we not add value locally? Why don't we take pride in local manufacturing? So we put on a side where a proposal option which that okay, we have this option of manufacturing. So related company groups we have different divisions in the company. So this product is we are the agents for it. So I had gone to Poland and met with the CEOs and our board, which I told them, this is we have an opportunity here. So are you willing to partake in it? They were reluctant, but then they saw that we had already cheyidittundu. Pinne a Dutch company Kupa nu parnittu nammal cheyidittundu. Wilkinson High Rise from the garbage chute cheyidittundu. Pinne so we gave a proposal that steel nammal manufacture cheyum, nammade galvanizing plant nammal galvanize cheyum. At that time this plant was not there, it was just under construction. We gave a proposal, so they were impressed with it, and they gave us the job. ശരിക്കും ഇത്തരം ലോകോത്തര കോൺട്രാക്ട് വർക്കുകൾ ചെയ്യാൻ കോസ്റ്റൽ കമ്പനിയെ പ്രാപ്തമാക്കിയത് കമ്പനിയുടെ വൈദഗ്ധ്യം തന്നെയാണ്. കൂടാതെ പല രാജ്യക്കാരായ പരിചയസമ്പന്നരായ ജീവനക്കാരും കമ്പനിയുടെ പുരോഗതിയെ ത്വരിതപ്പെടുത്തി. ആർക്കിടെക്ചർ ഡിവിഷൻ, സ്റ്റീൽ ഡിവിഷൻ, ഗാൽവനൈസിംഗ് പ്ലാന്റ്, സ്റ്റേഡിയം സീറ്റിംഗ് എന്നിങ്ങനെ വ്യത്യസ്തവും എന്നാൽ ഒരു മേജർ പ്രോജക്റ്റിനാവശ്യമായ എല്ലാ വിഭാഗവും ഉൾക്കൊള്ളിച്ചതും കോസ്റ്റൽ കമ്പനിയുടെ വ്യത്യസ്തതയാണ്. Ideally, long term, we are looking at as a future for the company. We are looking at getting into manufacturing, focusing on manufacturing, and then getting into export, going to not only the Qatar market, because Qatar market is relatively small, but we have to go to the regional market. So blockade along the countries are out, but we have Africa and Far East and other countries under. So we could get into that. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ധൈര്യം കാട്ടിയിട്ടുള്ള കോസ്റ്റൽ ചലഞ്ചിനിയേഴ്സിന് സൗദിയിൽ നിന്നുള്ള മെറ്റീരിയൽസിൻ്റെ വരവ് നിലച്ചതിന് ശേഷവും സീറ്റ് പ്രൊഡക്ഷൻ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കോസ്റ്റൽ ഗ്രൂപ്പ് കോസ്റ്റൽ ചലഞ്ചിനിയേഴ്സ് എന്നറിയപ്പെടുന്നത്.
കേട്ടതിനപ്പുറം കണ്ടതിനപ്പുറം ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി.